പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ അമേരിക്ക 48 മണിക്കൂർ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. അമേരിക്ക മറ്റൊരു രാജ്യം വഴി ഇറാനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. US സേന നേരിടുന്ന വെല്ലുവിളികൾ വർദ്ധിച്ചതാണ് ഇതിനു പിന്നിലെ നീക്കമെന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയും സംഘർഷം തുടരുന്നു. അതിനിടയിലാണ് ഇറാനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. മറ്റൊരു രാജ്യം വഴി അമേരിക്ക ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതിനിടയിൽ അമേരിക്ക യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. US-ന്റെ F-15 E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനമാണ് തകർന്നത്. 3 US F-15 വിമാനങ്ങൾ തകർന്നതായാണ് US റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വൈറ്റ് ഹൌസോ പെന്റഗണോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇറാൻ-ഇസ്രയേൽ US യുദ്ധത്തിനിടയിൽ ഇറാന്റെ മണ്ണിൽ ഒരു അമേരിക്കൻ വിമാനം തകരുന്നത് ഇതാദ്യം. വിമാനം വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണം നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. യുദ്ധവിമാനം തകർത്തത് ചർച്ചകളെ ബാധിക്കില്ലെന്നും തങ്ങൾ യുദ്ധത്തിലാണെന്നും ട്രംപ് പ്രതികരിച്ചു. കൂടുതൽ US വിമാനങ്ങൾ ആക്രമിച്ചതായാണ് ഇറാൻ സൈന്യത്തിന്റെ അവകാശവാദം. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.